മിസ്റ്റർ ഫ്രെഡി, 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 മിസ്റ്റർ ഫ്രെഡി, ഹലോ. അനന്തു, ഫ്രെഡിയെ കാണാൻ ഓടിയെത്തിയത് വെറുതെ ആയെന്ന് നിരാശയിലാവും. ഒരു ജേർണലിസ്റ്റിനെ കുരുക്കുവാൻ ഏറ്റവും നല്ല കൊളുത്താണ് എന്നും ഒരു സ്കൂപ്പിനുള്ള ചാൻസ്. എന്റെ ഊഹം തെറ്റിയില്ല. എനിക്കാവശ്യം നിങ്ങളുടെ ഉത്തരമാണ്. ആ ഫോട്ടോഗ്രാഫ്സ് നിങ്ങൾ എനിക്ക് തിരിച്ചു തരുന്നുവോ അതോ? ഞാൻ പറഞ്ഞല്ലോ സാർ, അതെന്റെ കയ്യിലില്ലെന്ന്. നീ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു റാസ്കൽ. തനിക്ക് എന്ത് പറ്റിയിടൂ? ഫുട്പാത്തിൽ കാനയുടെ സ്ലാബ് ഇളകി കിടന്നത് കണ്ടില്ല, ഒന്ന് വീണു. വല്ലയിടത്തും വായി നോക്കി നടന്നാൽ ഇങ്ങനെ ഇരിക്കും ഫലം. അല്ലേ മീനു? അല്ല മീനു, നമ്മുടെ ഫ്രൂട്ട്സിന്റെ സ്റ്റോക്ക് തീർന്നിരിക്കുക. മോള് പോയി കുറച്ചെന്തെങ്കിലും വാങ്ങുക. അതുവരെ അച്ഛന് കമ്പനിക്ക് ആളുണ്ടല്ലോ. സ്ലാബ് തെറ്റിക്കിടന്ന് കാനയിൽ വീണാലുണ്ടാകാവുന്ന പരുവമല്ലെന്ന് കണ്ടാലറിയാം. എന്താണെന്തു പ്രശ്നം? ടെൽ മീ. പറയാം സാർ, പറയാനാണ് വന്നത്. എന്താ സാർ? ആരാ കസ്തൂരി അമ്മാൾ? ഞാനാണ്. ആരാ ഉഷ? ഇവളാണ്. ഇവിടെ മാറി നിൽക്കടി. ഡാൻസ് ക്ലാസ് എന്ന് പറഞ്ഞ് വ്യഭിചാരശാല നടത്തുന്നോ? എന്നാ സാർ ഇപ്പടി சொல்றீங்க? ചിലക്കേണ്ട മാറി നിൽക്കണോ? വേണ്ട കിഴവ. ഇന്നെന്താണ് ഇത്രയേ ഉള്ളോ? ബാക്കിയുള്ളതെല്ലാം സർക്കുലേഷനിലായിരിക്കും. നീ നിന്റെ മോളും കുറെ കാലമായി ഈ തൊഴിൽ കൊണ്ട് നടക്കുന്നു. പോലീസിന്റെ കണ്ണിൽ പെടില്ലെന്ന് കരുതിയോ? നടക്കണേ. നടക്ക്. നടക്കാൻ. நீங்க வீடு மாறி வந்துட்டீங்க போல இருக்கு சார். கடவுளே, இது என்ன சோதனை இது சார்? என் பேத்தி கல்யாணம் நிச்சயம் பண்ணி வச்சிருக்கேன் சார். அவங்களை விட்டுருங்க. മാറി നിൽക്കാനോട് വന്നത്? താത്തയുടെ ഫോൺ വന്നു. ഉഷയെ അമ്മയും ക്ലാസ്സിലെ കുട്ടികളും പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയി. ഏതോ ഫാൾസ് കംപ്ലൈന്റിന്റെ പേരില്. നിൽക്ക്. ഇത് കരുതിക്കുട്ടിയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. അനന്ത് ഒറ്റയ്ക്കായാൽ പറ്റില്ല. സോറി. നാളെ രാവിലെ 11 മണിക്ക് കോടതിയിൽ ഹാജരാക്കും. അവിടെ ജാമ്യം അനുവദിച്ചാൽ കൂട്ടിക്കൊണ്ടു പോവാം.
ഇവരോടൊപ്പം കസ്റ്റഡിയിലെടുത്ത മറ്റു കുട്ടികൾ ഇപ്പോഴും ലോക്കപ്പിലുണ്ടോ? ഇല്ല. നാളെ രാവിലെ 11 മണിക്ക് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് അവരെങ്ങനെ പുറത്തുപോയി? അവരെ വിട്ടേക്കാൻ ഓർഡർ ഉണ്ടായിരുന്നു. ആരുടെ? കോടതിയുടെയോ അതോ മോളിൽ നിന്ന് വേണ്ടപ്പെട്ടവരുടെയോ? മിസ്റ്റർ ഇൻസ്പെക്ടർ, മുകളിൽ നിന്നുള്ള ഉത്തരവ് എന്തുമാകട്ടെ, ഇവിടുത്തെ നിയമം അനുശാസിക്കുന്ന നടപടിക്രമങ്ങൾ അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നാണ് എനിക്കറിയേണ്ടത്. കോടതി സമയം കഴിഞ്ഞു. ഇനി എനിക്കൊന്നും ചെയ്യാനാവില്ല. മനഃപൂർവ്വം നിങ്ങൾ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുകയാണ്. അത് നാളെ കോടതി ഹാജരാക്കുമ്പോൾ ബാധിച്ചാൽ മതി. വേണ്ട. ഈ നിമിഷം വരെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കിയാൽ അറ്റൻഡ് ചെയ്യാനും ജാമ്യം അനുവദിക്കാനും അദ്ദേഹം തയ്യാറാണ്. അവിടെ കയറിയിട്ടാണ് ഞങ്ങൾ വരുന്നത്. സഹകരിച്ചാൽ, ഒരു തെറ്റും ചെയ്യാത്ത ആ പാവങ്ങളെ മര്യാദയ്ക്ക് വിട്ടയച്ചാൽ നിങ്ങൾക്ക് നല്ലത്. അതല്ല, അതിനും മുകളിൽ നിന്നുള്ള ഉത്തരവ് വന്നേ പറ്റൂന്നുണ്ടെങ്കിൽ തൊപ്പി തെറിക്കുമ്പോ മുകളിൽ നിന്ന് രക്ഷാദൂതന്മാർ ഇറങ്ങി വരുന്ന ചരിത്രം ഡിപ്പാർട്ട്മെന്റിൽ ഇല്ലാന്നോർക്കുന്നത് നന്ന്. കരയാൻ മാത്രം ഒന്നുമില്ല കാര്യം. നെഞ്ചേ വെടിച്ചിടുമ്പോൾ കാൽപ്പായ കടലാസില് ആര് കംപ്ലൈന്റ് എഴുതി കൊടുത്താലും പോലീസിന് ചോദ്യം ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. പിന്നെ പുറകിൽ നിന്ന് തള്ളാൻ ആളുണ്ടാവുമ്പോ അവരുടെ രീതി കുറച്ച് ക്രൂരമാവും. ഇതിന്റെ പിന്നിൽ ആരായിരുന്നാലും അവരെ വെറുതെ വിട്ടുകൂടാ സർ. கஸ்தூரியும் உஷாவையும் எனக்கு நன்னா தெரியும். அவங்க நடத்த தவற மாட்டாங்க, அது எனக்கு சந்தேகமே இல்லை. ஆனா இவ்வளவு பேர் முன்னாடி போலீஸ் வந்து விபச்சார குத்தம் போட்டு அரெஸ்ட் பண்ணி தெருவோடு கொண்டு போன அப்புறம் ஊர் ஜனங்க வாயை கட்ட முடியுமா? நாளை இந்த கல்யாணத்துக்கு அப்புறம் ஒருவேளை மாப்பிளைக்கு இந்த விஷயத்தை தெரிஞ்சு இந்த பொண்ணையா என் தலையில் கட்டி வச்சுட்டேன்னு ஒரு கேள்வி கேட்டால் நாங்க என்ன பதில் சொல்றது? வைத்தி, நீ என்ன சொல்ற? மன்னிச்சிருக்கு. இந்த கல்யாண விஷயம் மறந்துடுறதுதான் நல்லதுன்னு நினைக்கிறேன். மாமா, இன்விடேஷன் கார்டு பிரிண்ட் பண்ணியாச்சு, கல்யாண புடவை கூட வாங்கியாச்சு. இப்ப வந்து இப்படி சொன்னா உஷாவுக்கு വേണേ വരില്ലെന്ന് വെച്ചുക്കോ. നോക്കൂ മിസ്റ്റർ വൈദ്യനാഥൻ, ഇതാരോ മനഃപൂർവ്വം നടത്തിയ ചതിയാണ്. അതാരായിരുന്നാലും മുഴുവൻ കളവാണെന്ന് നമുക്ക് കോടതിയിൽ തെളിയിക്കാം. അവർക്കെതിരെ നിയമ നടപടികളും എടുക്കാം. தாராளமாக எடுக்கலாம் சார். வேணும்னா டெஃபமேஷன் கேஸ் ஃபைல் பண்ணி டேமேஜஸ் கூட வாங்கலாம். ஆனா கல்யாணம் ஆகாத பொண்ணுக்கு போன மானம் ஒரு காலமும் திரும்பி வராது. தாத்தா